JNUവിൽ നിന്ന്, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നല്ല വാർത്തയാണ് പുറത്തു വന്നത്. JNUവിൽ ഇടതു തരംഗമെന്ന വാർത്ത. വിദ്യാർത്ഥി കൗൺസിലിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ SFI ഉൾപ്പെടെയുള്ള ഇടതു വിദ്യാർത്ഥി സഖ്യം വൻ ഭൂരിപക്ഷത്തിന് വിജയിച്ചു. ചെറിയ ഭൂരിപക്ഷമല്ല ലഭിച്ചത്, 1400 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് SFI നേതാവ് ഗോപിക, ഇരിങ്ങാലക്കുട സ്വദേശി മലയാളി ഗോപിക വിജയിച്ചത് എന്നോർക്കണം. എന്ന് വെച്ചാൽ ഇടത് തരംഗം തന്നെയാണ്. SFIയും ഐസയും DSIയും ഉൾപ്പെടുന്ന സഖ്യമാണ് ഒറ്റക്കെട്ടായി മത്സരിച്ചത്. JNUവിൽ കഴിഞ്ഞ തവണ SFIയും ഐസയും വേറിട്ടാണ് മത്സരിച്ചത്, വേറെയാണ് മത്സരിച്ചത്. അതുകൊണ്ട് തന്നെ ABVPക്ക് മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞിരുന്നു. ABVP ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് വിജയിക്കുകയും ചെയ്തു. എന്നാൽ ഇത്തവണ അങ്ങനെ ഒരു സാധ്യത ഉണ്ടാകാൻ പാടില്ല. ABVPയെ പരാജയപ്പെടുത്തണം എന്നതുകൊണ്ട് ആദ്യം മുതൽ തന്നെ വിദ്യാർത്ഥി സംഘടനകൾ, ഇടതു വിദ്യാർത്ഥി സംഘടനകൾ ഒന്നിച്ചു നിന്ന് മത്സരിച്ചു, ഒറ്റക്കെട്ടായി മത്സരിച്ചു. SFI, DSA, ഐസ എന്നീ വിദ്യാർത്ഥി സംഘടനകളാണ് ഒന്നിച്ച് മത്സരിച്ചത്. വൻ ഭൂരിപക്ഷമാണ് ഇടതു സഖ്യം നേടിയത്. ഐസയിലെ അതിഥി മിശ്രയാണ് പ്രസിഡന്റായി മത്സരിച്ചത്. 478 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് അതിഥി മിശ്ര ജയിച്ചിരിക്കുന്നത്. വൈസ് പ്രസിഡന്റായി മത്സരിച്ചത് SFIയിലെ ഗോപിക ബാബുവാണ്. ഇരിങ്ങാലക്കുട സ്വദേശിയാണ്. ഗോപിക ബാബുവിനാണ് ഏറ്റവും വലിയ ഭൂരിപക്ഷം ലഭിച്ചത്. 1400ഓളം വോട്ടിന്റെ ഭൂരിപക്ഷം. 1400ഓളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത് ഗോപിക ബാബു. ആ വിജയം, SFI സ്ഥാനാർത്ഥിയുടെ വിജയം, 1400 വോട്ടിനുള്ള വിജയം വലിയ ചർച്ചയായി മാറുകയും ചെയ്തിട്ടുണ്ട്. ഗോപിക ബാബു ആദ്യമായിട്ടല്ല SFI സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ കൗൺസിലർ സ്ഥാനത്തേക്ക് മത്സരിച്ചിരുന്നു. അപ്പോഴും നല്ല ഭൂരിപക്ഷത്തിനാണ് ഗോപിക ബാബു ജയിച്ചത്. ഇത്തവണയാണ് ജനറൽ സീറ്റിൽ മത്സരിച്ചത് വൈസ് പ്രസിഡന്റായി. ജനറൽ സെക്രട്ടറിയായി മത്സരിച്ചത് DSIയിലെ സുനിൽ യാദവാണ്. DSIയിലെ സുനിൽ യാദവിന് മാത്രമാണ് ഭൂരിപക്ഷം അല്പം കുറഞ്ഞത്. 145 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. അവസാന നിമിഷം വരെ ഒപ്പത്തിനൊപ്പം രണ്ടാം സ്ഥാനത്തുള്ള ABVP സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. അവസാന റൗണ്ടിൽ ABVPയെ മറികടന്ന് DSIയിലെ സുനിൽ യാദവ് ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. 145 വോട്ടിന്റെ ഭൂരിപക്ഷം. ജോയിന്റ് സെക്രട്ടറി ഐസയിലെ ഡാനിഷ് അലിയാണ്. ഐസയിലെ ഡാനിഷ് അലിക്ക് ലഭിച്ച ഭൂരിപക്ഷം 300 വോട്ടിന്റെ ഭൂരിപക്ഷമാണ്. എന്ന് വെച്ചാൽ വ്യക്തമായ ആധിപത്യമാണ് ഇടതു സഖ്യത്തിന് ഉണ്ടായത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ആകെ പോൾ ചെയ്തത് 5700 വോട്ടാണ്. 67% പോളിംഗ് നടന്നു. 5700 പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. 67%. അവിടെയാണ് 1400 മുതൽ 145 വരെയുള്ള ഭൂരിപക്ഷത്തിന് ഇടത് സഖ്യത്തിൽ മത്സരിച്ചവർ ജയിച്ചു കയറിയത് എന്നോർക്കണം. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. AISF മുന്നണി ഈ സഖ്യത്തിന്റെ ഭാഗമല്ല. AISF ഒറ്റയ്ക്കാണ് മത്സരിച്ചത്. സഖ്യത്തിന്റെ ഭാഗമാകാൻ AISF തയ്യാറായില്ല. അതിന് AISF അന്ന് പറഞ്ഞ ന്യായം, JNUവിൽ തെരഞ്ഞെടുപ്പ് നടപടിക്രമം ആരംഭിക്കുന്ന ഘട്ടത്തിൽ കേരളത്തിൽ PM ശ്രീ വിവാദം കത്തി നിൽക്കുകയാണ്. PM ശ്രീ വിവാദം കത്തി നിൽക്കുമ്പോൾ അതിൽ അല്പം കൂടി എണ്ണയൊഴിക്കാം എന്ന് കരുതി PM ശ്രീ പ്രശ്നത്തിൽ ദേശീയ വിദ്യാഭ്യാസ നയം തന്നെ തിരുത്തുന്നു CPM, SFI. അതുകൊണ്ട് SFIയുമായി സഹകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാണ് AISF മത്സരത്തിൽ നിന്ന് മാറി നിന്നത് എന്നാണ് AISF നേതാക്കൾ അന്ന് പറഞ്ഞത്. ആ AISF JNUവിൽ നിന്ന് പൂർണ്ണമായും തുടച്ചു നീക്കപ്പെട്ടു എന്ന് പറയേണ്ടി വരും. മറ്റൊരു സംഘടന NSU ആണ്. ഇവിടുത്തെ KSUവിൻ്റെ ദേശീയ സംഘടന. NSUവിനും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ ഒന്നാം സ്ഥാനത്ത് ഇടത് സഖ്യം, രണ്ടാം സ്ഥാനത്ത് ABVP എന്ന നിലയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത്. സർവകലാശാല പിടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ABVP എല്ലാ ശ്രമങ്ങളും നടത്തിയിരുന്നു. RSSകാരെ കൊണ്ടുവന്ന് പദസഞ്ചലനം വരെ യൂണിവേഴ്സിറ്റിയിൽ നടത്തിയിരുന്നു. അതിൻ്റെ വാർത്തകൾ നാം കണ്ടതാണ്. അങ്ങനെ എന്ത് വില കൊടുത്തും JNU പിടിക്കുക. JNU ഇടതുപക്ഷ വിദ്യാർത്ഥികളുടെ കേന്ദ്രമാണ്, ദേശവിരുദ്ധരുടെ കേന്ദ്രമാണ് എന്നൊക്കെയാണ് ABVPയും BJPയും എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ അതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് SFIയുടെ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ ഉരുക്ക് കോട്ടയാണ്, ഇന്ത്യയുടെ ചിന്തിക്കുന്ന തലച്ചോർ എന്ന് വേണമെങ്കിൽ പറയാം, അതാണ് JNU. ആ JNUവിൽ ഇടത് സഖ്യത്തിൻ്റെ വിജയം ഒരു സംശയവും വേണ്ട. ഇന്ത്യക്ക്
വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. ഈ ജനറൽ സീറ്റുകളിൽ മാത്രമല്ല, കൗൺസിൽ സ്ഥാനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലും വൻ ഭൂരിപക്ഷത്തിനാണ് ഇടത് സഖ്യം വിജയിച്ചത് എന്നുകൂടി ഓർക്കണം. എന്നുവെച്ചാൽ സമഗ്രാധിപത്യമാണ് ഇടത് സഖ്യത്തിന് ഉണ്ടായത് JNUവിൽ, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് JNUവിൽ നിന്ന് വരുന്നത് ശുഭവാർത്തകൾ തന്നെയാണ് എന്ന്.